നാം സൃഷ്ടികളോടുള്ള കടമകൾ പാലിച്ചാൽ സൃഷ്ടാവായ അള്ളാഹു നമ്മളോടുള്ള കടമകളും കൃത്യമായി പാലിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എത്രയോ പെട്ടെന്നാണ് ഓരോ ദിനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റമളാനിൻ്റെ ഏറ്റവും പുണ്യമായ 7 ദിനങ്ങൾ നമ്മളിന്ന് വിട പറഞ്ഞു. റമളാനിൻ്റെ മറ്റൊരു ദിവസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ഒരു ഗുണപാഠ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറഞ്ഞു, ഒരു കച്ചവടക്കാരനെ അള്ളാഹു തആല ഹിസാബ് ചെയ്തു. ആ കച്ചവടക്കാരനോട് അള്ളാഹു തആല ചോദിച്ചത്, നീ നിന്റെ സമ്പത്ത് കൊണ്ട് എങ്ങനെയാണ് കടമകൾ നിർവഹിച്ചത് എന്ന്. ആ മനുഷ്യൻ അള്ളാഹുവിന് പറയും, പടച്ചോനെ, ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം കച്ചവടത്തിനെ വിനിയോഗിക്കുകയും ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം ഞാൻ സാധുക്കളായ ആളുകൾക്ക് വീതം വെച്ചു കൊടുക്കുകയും ചെയ്തു. എൻ്റെ സമ്പത്തിൽ നിന്ന് കൃത്യമായ ഒരു അവകാശം എൻ്റെ ചുറ്റിലും ജീവിക്കുന്ന പല പല ആളുകൾക്കും ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തുകയും അതിൽ നിന്ന് കൃത്യമായി ഞാൻ അവർക്ക് വീതം വെച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ഈ മനുഷ്യൻ പടച്ചവനോട് പറയും. അപ്പോൾ അള്ളാഹു തആല പറയുന്നത്, എൻ്റെ അടിമകളോട് ഏറ്റവും അധികം ഇളവ് കാണിക്കേണ്ടവൻ ഞാനാണ്. ആ എൻ്റെ അടിമകളോട് ഇളവ് കാണിച്ച നിനക്ക് ഇന്ന് എൻ്റെ ലോകത്ത് ഞാൻ അത്ഭുതകരമായ ഒരു സമ്മാനം ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അള്ളാഹു തആല സ്വർഗം നൽകുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യൻ പരസ്പരം സഹകരണത്തിൽ കഴിയേണ്ട ആളുകളാണ്. പരസ്പരം ഇഷ്ടങ്ങൾ പങ്കുവെച്ച് വിദ്വേഷങ്ങൾ മറന്ന് അവൻ്റെ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തേണ്ടത്. അയൽവാസി പട്ടിണിയാണെന്നറിഞ്ഞാൽ വയറു നിറയെ ഭക്ഷിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ അയൽവാസിയുടെ ജാതിയോ മതമോ അവൻ്റെ ആദർശമോ അവൻ്റെ പ്രസ്ഥാനമോ നോക്കാൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത്രത്തോളം വിശാലമാണ്, അത്രത്തോളം ജനകീയമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ നമ്മെ പഠിപ്പിക്കുന്നത്. റമളാൻ ഇത്തരത്തിൽ നമുക്ക് മറ്റുള്ള ആളുകളുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കാനും അത് പരിഹാരം കാണാനും സഹായിക്കുന്ന ഒരു നാളാണ്. നമുക്ക് ധാരാളം ദാനധർമ്മം നിർവഹിക്കാനും ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും വേണ്ടി പടച്ചോൻ നമ്മളിലേക്ക് ഇട്ടു തന്നിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ദിവസങ്ങളാണ് റമളാനിൻ്റെ രാപ്പകലുകൾ. ആ ദിനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആവാൻ വേണ്ടി നമ്മൾ ഓരോ ആളുകളും പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.